സോ ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് റിവേഴ്സ് സ്ട്രിംഗ് എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു അറേ തന്നിട്ടുണ്ട്, അറേ ഓഫ് ക്യാരക്ടേഴ്സ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകമായിട്ട് ഒരു കൺസ്ട്രെയിന്റ് തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഈ അറേനെ ഇൻ പ്ലേസ് ആയിട്ടാണ് റിവേഴ്സ് ചെയ്യേണ്ടത്. അവിടെ എന്ത് ചെയ്തത്, ഒരു എക്സ്ട്രാ സ്പേസ് യൂസ് ചെയ്തത്. സോ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O of 1 ആയിരിക്കണം. ഓക്കെ, സോ ഇങ്ങനെ ഒരു കൺസ്ട്രെയിന്റ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇങ്ങനെ നമുക്കൊരു എക്സ്ട്രാ ഒരു റിസൾട്ടന്റ് എന്ന് പറയുന്ന ഒരു അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഇൻപുട്ട് അറേനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഹൈഡ്രേറ്റ് ചെയ്തിട്ട് ഓരോ ക്യാരക്ടേഴ്സും ഇതിലോട്ട് അങ്ങ് ഇൻസേർട്ട് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടിയാലും, ബട്ട് അതിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, O of n ആയിരിക്കും. ഓക്കെ, സോ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ O of 1 സോൾവ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? സോ നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹെലോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ ഇതിനെ ഇൻ പ്ലേസിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 2 പോയിന്റർ അപ്രോച്ച് ആണ്. ഓക്കെ, എന്താണ് 2 പോയിന്റർ അപ്രോച്ച് വെച്ചിട്ടാണ് ഞാൻ ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ എന്റെ കയ്യിൽ 2 പോയിന്റേഴ്സ് ഉണ്ടാവും, ഒരു ഐ പോയിന്റർ ഉണ്ടാവും. ഐനെ ഞാൻ സ്റ്റാർട്ടിംഗ്, അതായത് ഐനെ ഞാൻ 0 സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഞാൻ എന്ത് ചെയ്യും, ജെ പോയിന്റർ ഉണ്ടാവും, അതിന്റെ ലാസ്റ്റ് എലിമെന്റിലോട്ടും ഇനീഷ്യലൈസ് ചെയ്യും. സോ ജെ എന്ന് പറയുന്നത് ഇവിടെ n-1 ആയിരിക്കും. n എന്ന് പറയുന്നത് എന്താ, ലെങ്ത് ഓഫ് ദി അറേ. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഞാനൊരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ ഐറ്ററേഷനിലും ഞാൻ ഈ ഐയിലുള്ള വാല്യൂനെയും ജെയിലുള്ള വാല്യൂനെയും തമ്മിൽ സ്വാപ്പ് ചെയ്യും. അതായത് എച്ചിനെ ഇങ്ങോട്ടും ഈ ഓനെ പിടിച്ചിട്ട് ഇങ്ങോട്ടും ഞാൻ മൂവ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ എന്താവും, ആദ്യത്തെ ഐറ്ററേഷനിൽ O ഇവിടെ വരും. സോ ബാക്കിയുള്ള എലമെന്റ്സ് അവിടെ ഉണ്ടാകും. ഇതിനെന്ത് ചെയ്യും, എച്ച് ഇവിടെ വന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഐനെ റൈറ്റിലോട്ടും ജെനെ ലെഫ്റ്റിലോട്ടും മൂവ് ചെയ്യും. സോ എന്റെ ഐ എന്ന് പറയുന്നത് ഇവിടെ എത്തി, ജെ എന്ന് പറയുന്നത് ഇവിടെ എത്തി. അപ്പൊ ഇനി എന്ത് ചെയ്യണം, സ്വാപ്പ് ചെയ്യണം. അപ്പൊ ആ ഒരു സ്വാപ്പിംഗ് കഴിയുമ്പോൾ എന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും, ഈ ഒരു രീതിയിലോട്ടായിരിക്കും അത് മാറുന്നത്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഐനെ ഇൻക്രിമെന്റ് ചെയ്യണം. സോ ഐനെ ഇൻക്രിമെന്റ് എന്ന് പറയുമ്പോൾ ഐ ഇവിടെ എത്തി, ജെനെ ഡിക്രിമെന്റ് ചെയ്യുമ്പോൾ ജെ ഇവിടെ എത്തി. സോ രണ്ടുപേരും എവിടെ എത്തി, ഐയും ജെയും കിടക്കുന്ന സെയിം പൊസിഷനിലാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എന്റെ ലൂപ്പ് എക്സിറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ ജെ ആണെങ്കിൽ എനിക്ക് ഓപ്പറേഷൻ നടത്തണം. സോ അത് നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മളൊരു വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ചെയ്യാം. സോ വൈൽ എന്റെ ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ ജെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, സ്വാപ്പ് അറേ ഓഫ് ഐനെയും അതുപോലെ തന്നെ അറേ ഓഫ് ജെനെയും പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, സ്വാപ്പ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഐ ഇൻക്രിമെന്റ് ചെയ്യണം, അതുപോലെ തന്നെ ജെനെ ഡിക്രിമെന്റ് ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു എപ്പോഴാണ് അവർ തമ്മിൽ കൂട്ടിമുട്ടുന്നത് അതുവരെ നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കും. അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ആ ഒരു അറേനെ ഇൻ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്യും. സോ ഇതിനെ നമ്മൾ എക്സ്ട്രാ സ്പേസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ അതിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O of 1 ആണ്. നമ്മൾ സിംഗിൾ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്താ, O of n ആണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള DSO പ്രോബ്ലം സോൾവിംഗ് സീരീസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം.